ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫുൾജർ സോഡയാണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ട്രെൻഡ്. ഇത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ആവശ്യമാണ്. കുരുവൊക്കെ നീക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസ് ആവശ്യമാണ്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ ഒരു പച്ചമുളകുമാണ്. അത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല ഗ്രീൻ കളറാണ്, ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും. പിന്നെ ഒരു പീസ് ഇഞ്ചിയുടെ നീരെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വേണം. പിന്നെ ഒന്നുകിൽ നന്നാറി സിറപ്പ് എടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്താലും മതി. ഇതിപ്പോൾ നന്നാറി സിറപ്പാണ്. ഷുഗർ സിറപ്പ് ആണെങ്കിൽ ഒരു 1/4 കപ്പ് ഷുഗർ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായി ഉരുക്കി ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് സിറപ്പാക്കി എടുത്താൽ മതി. അങ്ങനെ എടുത്തിട്ട് അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നന്നാറി സിറപ്പ് ഉണ്ടെങ്കിൽ നന്നാറി സിറപ്പ് മധുരത്തിന് ആവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് 1 ടീസ്പൂൺ കസ്കസ് സോക്ക് ചെയ്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം. ഉപ്പ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ വേണ്ടത് സോഡയാണ്. ഉപ്പും സോഡയാണ് ഇതിലെ മെയിൻ, എന്നാലും അത് നന്നായി അങ്ങ് പതഞ്ഞു വരുള്ളൂ. പിന്നെ നമുക്കിതുപോലെ 2 ഗ്ലാസ് വേണം. ഒരു വലിയ ഗ്ലാസ്സും വേണം, അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസ്സും വേണം. ഈ ചെറിയ ഗ്ലാസ് ആ വലിയ ഗ്ലാസ്സിൽ ഇറങ്ങി ഇരിക്കാൻ പാകത്തിനുള്ള വലുപ്പത്തിൽ വേണം വലിയ ഗ്ലാസ് എടുക്കാൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെറിയ ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആ പുതിനയുടെയും പച്ചമുളകിൻ്റെയും കൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇനി അതിലേക്ക് നന്നാറി സിറപ്പാണ് നമ്മൾ ചേർക്കണത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വലിയ ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിക്കണുള്ളൂ. ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ചെറിയ ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾജർ സോഡ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.